ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. അയ്യങ്കാളിയുടെ അവദാന സമൃദ്ധമായ ജീവിതത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കുകയാണ്. സംഭവ ബഹുലമായിരുന്നു ആ ജീവിതം. അതിൻ്റെ ഏതാണ്ട് നൂറ്റാണ്ട് കാലത്തെ നമ്മളൊന്ന് നോക്കി കാണുകയുണ്ടായി. അദ്ദേഹത്തെ സാമാന്യ ഗതിയിൽ നോക്കുമ്പോൾ വിപ്ലവകാരി അല്ലെങ്കിൽ ഒരു കലാപകാരി എന്ന് മാത്രം തോന്നാനിടയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ധീര പ്രവൃത്തികളെ മാത്രം എടുത്തു കാട്ടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ സമുദായ ഉദ്ധാരണ പ്രവർത്തനങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അത്തരമൊരു തോന്നലുണ്ടാവുക സ്വാഭാവികമാണ്. വിലക്കപ്പെട്ട പലയിടങ്ങളിലേക്കും അവിടുന്ന് ധൈര്യപൂർവം കടന്നു കയറി എതിർത്തവരെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടോ ചില വേളകളിൽ ആവശ്യം വന്ന സന്ദർഭങ്ങളിൽ അവരെ അടരാടി തന്നെ മാറ്റിക്കൊണ്ടോ മുന്നേറി എന്ന് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഒന്നുകൂടി കൂട്ടി ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഭരണ സംവിധാനം കാലേകൂട്ടി തന്നെ അനുവദിച്ചിരുന്ന ചില അവകാശങ്ങളുണ്ട്. ജാതി നോക്കാതെ എല്ലാവർക്കും വഴി നടക്കാമെന്നുള്ളത് മുമ്പിനാലെ തന്നെ വിളംബരപ്പെടുത്തിയിരുന്നതാണ്. വിദ്യാഭ്യാസത്തിന് ജാതി പരിഗണിക്കാതെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനമെന്നതും കുറെ മുമ്പ് തന്നെ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് അനുവദിക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ അനുവദിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. ഇവിടെ ഭരണകൂടത്തിൻ്റെ അനുഭാവമുണ്ട്. പക്ഷേ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന പഴയ നാട്ടാചാരങ്ങളെയും നടപടികളെയും കൈവിടാൻ കൂട്ടാക്കാതിരുന്ന യാഥാസ്ഥികത, അവരിത് കൈവിടുവാൻ തയ്യാറല്ല. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ
അയ്യങ്കാളി അവരുടെ അനുഭാവത്തിന് വേണ്ടി കാത്തു നിൽക്കുകയുണ്ടായി. അല്ലാതെ ഒരു ക്ഷോഭകാരിയായിട്ട് അദ്ദേഹം ആദ്യമേ രംഗത്തിറങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിയാൽ അറിയാം, ന്യായമായ ഇടവേളകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും. ആ സമയങ്ങളിലൊക്കെ നിവേദനങ്ങളോ അപേക്ഷകളോ ഇനി വ്യക്തിബന്ധം വെച്ച് പല ഉദാരമതികളുടെയും സമ്പർക്കത്തിലൂടെ ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ തൻ്റെ സ്വജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വേണ്ടി വന്നാൽ ഒരു പ്രതിരോധത്തിനോ ആക്രമണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പദ്ധതിയിലില്ല. അവർ അടിച്ചിട്ടുണ്ട് എങ്കിൽ അത് പ്രതിരോധത്തിൻ്റെ മാർഗമാണ്. അതിനുവേണ്ടി ചെറുപ്പക്കാരെ കുറ്റമറ്റ രീതിയിൽ തന്നെ ശിക്ഷിതരാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ സംസ്കാര ചിത്തരാക്കുവാനും പ്രബുദ്ധരാക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ വക കാര്യങ്ങളിലേക്കാണ് പൊതുവെ നമ്മുടെ ശ്രദ്ധ കടന്നു ചെല്ലാതിരുന്നത്. ഇപ്പം നമ്മൾ കണ്ടതാണ്, പൈതൃകമായി ലഭിച്ച കലാരൂപങ്ങളുണ്ടായിരുന്നു. അത് ഓരോ ജാതിക്കും പ്രത്യേകമായിട്ടുണ്ട്. അവരുടേതായ തനതായ ചില കലാസാഹിത്യ പാരമ്പര്യങ്ങളുണ്ട്. അതിനെയെല്ലാം അദ്ദേഹം പരിപോഷിപ്പിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഈ സാഹിത്യത്തിൽ ഒരുപക്ഷെ അധികം പേർ കാണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് കരുതിക്കോളണം. നിയമരംഗത്തായിക്കൊള്ളട്ടെ, സാഹിത്യരംഗത്തായിക്കൊള്ളട്ടെ, ശാസ്ത്രരംഗത്തായിക്കൊള്ളട്ടെ, ഭരണരംഗത്തായിക്കൊള്ളട്ടെ, മറ്റാരോടും കിടപിടിക്കുന്ന രീതിയിൽ വളരെ വൈകി വിദ്യായോഗമുണ്ടായ ഒരു സമുദായത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഉയർന്നു വരികയുണ്ടായി. അയ്യങ്കാളിയാണ് എങ്കിൽ നമ്മൾ കണ്ടു, അക്ഷരാഭ്യാസമില്ലാത്തയാളായിരുന്നു. അദ്ദേഹത്തോട് ആദ്യമായി ഇടപെട്ടപ്പോൾ ദിവാൻജിക്ക് തോന്നിയത് ഇത് വെറുതെ പറഞ്ഞു വരുത്തിയതാകാം. അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഓരോ അക്ഷരവും പെറുക്കിയെടുക്കാം. അത്രയ്ക്ക് വാക്ശുദ്ധിയുണ്ട്, അക്ഷരസ്ഫുടതയുണ്ട്. പറയുന്ന കാര്യങ്ങളോ അതിന് വ്യക്തതയുണ്ട്. പ്രജാസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എഴുതി കൊടുത്താൽ അത് വായിക്കാൻ അറിയാത്തയാൾ. അദ്ദേഹം അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സ്വാഭാവിക രീതിയിൽ തന്നെ. അത് ഒരു നാട്ടുകൂട്ടത്തിൽ സംസാരിക്കുകയാണെങ്കിലും പ്രജാസഭയിൽ പ്രസംഗിക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതായ എളിമയുണ്ട്, പക്ഷെ അതിൻ്റെതായ പ്രൗഢിയുമുണ്ടായിരുന്നു. അദ്ദേഹം പ്രജാസഭയിലേക്ക് വരുന്ന ഒരു രംഗം മന്നത്ത് പത്മനാഭൻ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു കറുത്ത നീളൻ കുപ്പായമണിഞ്ഞ്
തലയിൽ കിന്നരിത്തൊപ്പിയും വെച്ച് ഒരു കസവ് മുണ്ടൊടുത്ത് അദ്ദേഹം പല്ലക്കിൽ നിന്നിറങ്ങി പ്രജാസഭാ ഹാളിലേക്ക്. അന്ന് ഈ വിക്ടോറിയ ജൂബിലി ഹാളായിരുന്നു നിയമസഭ കൂടിയിരുന്നത്, പ്രജാസഭ കൂടിയിരുന്നത്. അവിടേക്ക് കയറി വരുന്നത് കണ്ടാൽ അറിയാൻ മേലാത്ത ആളുകൾ, സന്ദർശകരായിട്ട് ഈ ബിരുദത്തിനും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ സഭാ നടപടികൾ വീക്ഷിക്കുവാൻ വരുമായിരുന്നു. തെറ്റിദ്ധരിച്ച് ദിവാഞ്ചിയാണ് കയറി വരുന്നത് എന്ന് കരുതി അവരൊക്കെ എഴുന്നേറ്റ് വണങ്ങിയിരുന്നത്രേ. അത്രയ്ക്കുണ്ടായിരുന്നു കല. അദ്ദേഹത്തിൻ്റെ ആ നെഞ്ചും വിരിച്ചുള്ള ആ വരവിനെയല്ല ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തെ കാണുമ്പോൾ ഉള്ള ഒരു കുലീനത്വം. ഒരു വേള ബാലരാമപുരത്തൊരു ഭവനത്തിൽ ഗുരുദേവൻ എഴുന്നള്ളുമ്പോൾ അന്ന് വിദ്യാർത്ഥിയായിരുന്ന അയ്യങ്കാളിയുടെ അനുജൻ വേലുക്കുട്ടി ഗുരുവിനെ കാണാൻ ചെല്ലുന്നൊരു സന്ദർഭമുണ്ട്. അകത്തേക്ക് കയറാമോ, കയറിയാൽ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അനുഭവം വെച്ച് സന്ദേഹിച്ച് പടിക്കൽ നിന്ന വേലുക്കുട്ടിയെ ഗുരുദേവൻ കാണുകയും കൈകാട്ടി വിളിക്കുകയും ചെയ്യുന്നു. ചെന്നപാടെ വേലുക്കുട്ടി നമസ്കാരം ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഞാൻ അയ്യങ്കാളിയുടെ അനുജനാണ് എന്നാണ്. അപ്പോൾ അർത്ഥഗർഭമായി സ്വഗതമായി ഗുരുദേവൻ 1-2 തവണ ഉരുവിടുന്നു, അയ്യൻകാളി, അയ്യൻകാളി. ഇത് ഒരു കുലീന നാമമാണല്ലോ. രാമയ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ പേര് കേട്ട മാത്രയിൽ തന്നെ അവിടുത്തെ ആ മഹത്വവും ഗുരുദേവൻ ഉൾക്കൊണ്ടതുപോലെ തോന്നിക്കുമായിരുന്നു. വളരെ പ്രസന്നതയും ഉത്സാഹവും അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ പ്രകടമായി. എന്ന് മാത്രമല്ല, ആ ബാലനോട് പറഞ്ഞു വിടുന്നു, കാണാൻ നാം വരുന്നുണ്ടെന്ന് അയ്യങ്കാളിയോട് പറഞ്ഞേക്കണം. നമ്മൾ ചിലയിടത്തൊക്കെ പറയും, ആരെയും ഗുരുദേവൻ ചെന്ന് കാണുമായിരുന്നില്ല. ഇതിങ്ങനെ സാർവത്രികമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ശരിയല്ല. ചെല്ലുമായിരുന്നു. തൃപ്പാദങ്ങൾ കാണാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൃപ്പാദങ്ങളെ പോലെ ഒരാളെ താൻ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് വേണ്ടത് എന്ന് കരുതി അദ്ദേഹം ഈ ബാലരാമപുരത്തേക്ക് വരികയായിരുന്നു. അപ്പൊ നോക്കണം, രണ്ടുപേരുടെയും ചിന്താഗതി. അയ്യങ്കാളിയെ അങ്ങോട്ട് ചെന്ന് കാണുവാൻ ഗുരു ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരാളെ അങ്ങോട്ട് ചെന്ന് കാണേണ്ടത് താനാണ് എന്ന് അയ്യങ്കാളി നിരൂപിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സംഭാഷണത്തിൽ വിശദമായി കേൾക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. 1910 വലിയൊരു കലാപമുണ്ടാവുകയാണ്. ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിന്നൊരു കലാപം. 1910
അധകൃത വർഗക്കാർക്ക് വിദ്യാലയ പ്രവേശനം അനുവദിച്ചുകൊണ്ട് രണ്ടാമതും ഒരു വിജ്ഞാപനമിറക്കുന്നു. അയ്യങ്കാളിയുടെ ഒരു നിവേദനം അനുസരിച്ച് 1907 വിജ്ഞാപനം ഇറക്കിയിരുന്നു. 3 കൊല്ലം കടന്നുപോയി. 1910 ആയപ്പോഴാണ് ഇങ്ങനെയൊരു വിജ്ഞാപനം ഇറങ്ങിയ കാര്യം തന്നെ ഏറെക്കുറെ എല്ലാവരും അറിയുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിച്ചു എങ്കിലും ഇത് വിളംബരപ്പെടുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ബോധപൂർവം അത് പൂഴ്ത്തിവെച്ചു. ഇതാണ് സംഭവിച്ചത്. തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് അയ്യങ്കാളിക്ക് തോന്നി. ഇവിടെ ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. ഇടയ്ക്ക് സാധു ജനപരിപാലന യോഗം സംഘം കൂടുമ്പോൾ മറ്റു പലരും ചെയ്യുന്നത് പോലെ സ്വന്തമായി കുടിപ്പള്ളിക്കുടങ്ങൾ നടത്താമെന്ന നിർദ്ദേശം വരാതിരുന്നില്ല. കഴിയുന്നത് പോലെയൊക്കെ ചില ചെറിയ പരിശ്രമങ്ങളൊക്കെ അതിലേക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. അതിൻ്റെ കാരണം അങ്ങനെയുള്ള പുലക്കുടിപ്പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കാൻ ആര് വരും? പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ ഇതിനകത്തിനി ഉണ്ടായി വരണം. ഇനി കെട്ടുന്നത് കുടിപ്പള്ളിക്കൂടത്തിന് വേണ്ടിയുള്ള കുടിലാണെന്നറിഞ്ഞാൽ രോക്ഷാകുലരായി അതിന് തീ വെക്കുകയാണ്. എന്തോ ഒരു മഹാപരാധം വരെ ചെയ്യുന്നത് പോലെയാണ്. ഇവരൊരിക്കലും പഠിച്ചുകൂടാ. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അത് തെറ്റിക്കാൻ സവർണ തയ്യാറല്ല. 1910 രണ്ടാമത് ഈ വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ ഇത് തങ്ങളുടെ അവകാശമാണ്. സർക്കാർ പള്ളിക്കൂടങ്ങളിൽ ജാതിഭേദമന്യേ ഏവർക്കും പ്രവേശനമുണ്ടല്ലോ, പ്രവേശിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി ബാലരാമപുരത്തിന് സമീപമുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു ടമ്പലം എന്ന് പറയും, ആ സ്കൂളിലേക്ക് ഒരു പെൺകുട്ടിയുമായി അയ്യങ്കാളിയും സംഘവും കടന്നു ചെന്നു. അവർ വലിയ ഗർവോടെയൊന്നുമല്ല ചെയ്യുന്നത്, വളരെ ഭവ്യതയോടെയാണ് ചെല്ലുന്നത്. ഒരു കുട്ടിയെ വിദ്യ അഭ്യസിപ്പിക്കുവാനാണ്. ഇതെങ്ങനെയോ മുൻകൂട്ടി അറിഞ്ഞു. ഇവരെ സ്കൂളിൽ കടക്കാതെ അവർ കഴിയുന്നതും നോക്കി. ചെറുത്തു നിൽക്കുകയാണ്. അവരോട് പല രീതിയിൽ അനുനയിച്ച് പറഞ്ഞിട്ടും അവർ വഴങ്ങുന്നില്ല. അവസാനം ഇത് തങ്ങളുടെ അവകാശമാണ്, ഇത് സർക്കാർ സ്ഥാപനമാണ്, അവിടേക്ക് ബലാൽ കയറാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമായി. ആ സംഘർഷം വലിയൊരു കയ്യാങ്കളിയിലേക്ക് കടന്നു. പിന്നെ അവിടെ ഉണ്ടായത് ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സംഘർഷമായിരുന്നു. അത് കേവലം അടിപിടിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ധിക്കാരം കാണിച്ച ഈ പുലയന്മാര്, അവർക്ക് അവരോടുള്ള ആ രോക്ഷം സവർണർ തീർത്തത് അവരുടെ കുടിലുകൾക്കെല്ലാം തീ വെച്ചുകൊണ്ടായിരുന്നു. നോക്കണം, എന്തൊരക്രമം! അങ്ങനെ കുറെ അധികം കുടിലുകൾ തീ വെക്കപ്പെട്ടു. തിരിച്ചുകൊണ്ടാകാതിരുന്നില്ല. അപ്പോ അടിക്കടി എന്നുള്ള രീതിയിൽ
മനുഷ്യരല്ലയോ? ആ രീതിയിൽ ചിന്താഗതി ഈ ഭാഗത്തു നിന്നും മാറുന്നുണ്ട്. കുറെ നാശനഷ്ടങ്ങൾക്കൊക്കെ അവിടെയും ഉണ്ടാകാതിരുന്നില്ല. എന്തു വന്നാലും ഈ സ്കൂളിൽ തങ്ങൾ പ്രവേശിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കടുത്ത ചില യാഥാസ്ഥിക പ്രമാണിമാർ കാണിച്ചതാണ്. അവർ ഈ സ്കൂളിന് തീ വെച്ചു. ആ സ്കൂൾ ഇനി അവിടെ വേണ്ട. ആ സ്കൂൾ നിലനിന്നാലല്ലേ പ്രവേശിക്കാൻ പറ്റൂ. അത്ര കടന്ന് ചിന്തിച്ചവരുണ്ട്. ഏതാണ്ട് 7 നാൾ കഴിഞ്ഞപ്പോൾ ഈ സംഘർഷത്തിനൊക്കെ ഒരു ശമനമായി. പോലീസിന്റെ ഇടപെടലുണ്ടായി. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ന്യായമായ കാര്യത്തിന് നിയമം അനുവദിക്കുന്ന മാർഗത്തിലൂടെ ചെന്ന അയ്യങ്കാളിയുടെ സംഘം അവരെ കുറ്റക്കാരായി കാണുകയാണ് നിയമപാലകർ. അവരെ ഏതാണ്ട് വേട്ടയാടി പിടിക്കുകയാണ്. ഈ കാണായ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായതിന് അവർക്കെതിരെ കേസുമായി. ഭയന്ന് പലരും കാട്ടിലും മുളങ്കൂട്ടത്തിലും ഒക്കെ പോയി ഒളിച്ചു. ഇനി അവരുടെ അടുത്ത ജ്വരം എന്താണ്? ഇങ്ങനെ ഓടി ഒളിച്ചവരെ തേടിപ്പിടിച്ച് തങ്ങളാലാവുന്നത് പോലെ മർദ്ദിച്ചിട്ട് വീണ്ടും മർദ്ദിക്കുവാൻ പോലീസിന് ഇട്ടുകൊടുക്കുക. ഇപ്പൊ നോക്കണം, ഉന്നതങ്ങളിലേക്ക് പോകുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. വസ്തുതകൾ എവിടെ കിടക്കുന്നു? അധികാര സ്ഥാനങ്ങളിൽ എത്തുന്ന വിവരങ്ങൾ എവിടെ കിടക്കുന്നു? ഈ രീതിയിൽ ആ കലാപം അവിടെ അവസാനിക്കുന്നു. ഇപ്പൊ കാലം ഏതാണ്ട് 1910 ഓർക്കണം. ഒരു നാട്ടിലെ വിവരം മറ്റൊരു നാട്ടിൽ അറിയുവാൻ കുറച്ചൊക്കെ സമയമെടുക്കും. ഇവിടെ ശമിച്ചെന്ന് പറഞ്ഞാലും ഇതേ ഭാവത്തിൽ പലയിടങ്ങളിലും വീണ്ടും കലാപങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഏതാണ്ട് ഉത്തര തിരുവിതാംകൂർ വരെ, വൈക്കം ഭാഗങ്ങളിലെല്ലാം ഇത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയ്യങ്കാളി തികച്ചും ഏതാണ്ട് തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തിക്കുന്നതെങ്കിലും സാധുജന പരിപാലന സംഘം അതിൻ്റെ വ്യാപ്തി തിരുവിതാംകൂർ ഒട്ടുക്കായി കഴിഞ്ഞിരുന്നു. ഇവിടെ എന്ത് നടക്കുന്നുവോ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഉള്ള സംഘാടനവും സമരവും അതുപോലെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുമ്പ് സൂചിപ്പിച്ച വിധം സമുദായത്തെ ഉദ്ധരിക്കുവാനുള്ള വിവിധ കർമ്മ പരിപാടികളും നാടൊട്ടുക്ക് നടക്കുന്നുണ്ട്. ഒന്നോർക്കണം, പൊതുവഴിയെ കൂടെ മിക്ക വഴിയിൽ കൂടിയും സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ഊടുവഴികളിൽ കൂടിയൊക്കെ നടന്നു വേണം, പല ഇടങ്ങളിലും ഇരട്ടി ദൂരം നടന്നു വേണം അവർക്ക് എത്തിച്ചേരുവാൻ. ഇതുപോലെ പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇതുപോലെ ആ തിരുവിതാംകൂർ വ്യാപകമായി തന്നെ സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഘാടന എത്ര കുറ്റമറ്റതായിരുന്നു എന്ന് ചിന്തിക്കുക. നോക്കണം, ഇതൊക്കെ കൈകാര്യം ചെയ്യുവാനും രേഖപ്പെടുത്തുവാനും പ്രാപ്തിയുള്ളവർ വളരെ വിരളമായിരുന്നു. അതുകൊണ്ട് പലതിനും രേഖകളൊന്നും കാണില്ല. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മറ്റൊരു പ്രത്യേകത,
ഏതാണ്ട് പ്രഗത്ഭരായ രണ്ടാം നിര നേതാക്കന്മാർ ധാരാളം ഉണ്ടായി വന്നു. എല്ലാ നാട്ടിലും സമർത്ഥമായി ഇതിനെ നയിക്കുവാൻ കഴിവുള്ള പല നേതാക്കളും ഉയർന്നു വന്നു. അവരെല്ലാവരും അയ്യങ്കാളിയെ യജമാനനായി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ വ്യാപകമായ ഒരു പ്രവർത്തനം കുറഞ്ഞൊരു നാളിനുള്ളിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇനി അയ്യങ്കാളിയുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുന്ന വർഷമാണ് 1911 ഒടുവിൽ, 1912 ആദ്യം. നമുക്കറിയാം, ശ്രീമൂലം പ്രജാസഭ അത് 1904 ഉണ്ടാകുന്നത്. അതിനും മുമ്പ് തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന ആ വർഷത്തിൽ ഒരു നിയമനിർമ്മാണ സഭ, അത് ജനകീയമായിരുന്നില്ല, അത് ഉദ്യോഗസ്ഥ അംഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ഈ ചട്ടങ്ങളും വകുപ്പുകളുമൊക്കെ രൂപീകരിക്കുന്നതിലേക്കുള്ള ഒരു ചെറുസഭയായി. അത് പിന്നീട് പല ഘട്ടങ്ങളിലായി വികസിപ്പിക്കുന്നുണ്ട്. ഇതാകട്ടെ ഒരു ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനമനുസരിച്ച് ഇന്ത്യയിലാകമാനം നാട്ടുരാജ്യങ്ങൾ ഇതുപോലുള്ള നിയമനിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊരു മാർഗദർശനം എന്ന നിലയിൽ ഒരു ലോ കോഡ് ഉണ്ടാക്കുകയുണ്ടായി. അതിനെ അധികരിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി തിരുവിതാംകൂറിൽ നിയമസഭ ഉണ്ടാകുന്നു. രണ്ടാമത് പ്രജാസഭ, അത് ഗവൺമെന്റിന്റെ നയങ്ങൾ, തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് മുന്നോടിയായി ജനഹിതത്തെ അറിയുന്നതിനും വേണ്ടിയുള്ള സഭ. ഓർക്കണം, ജാതി ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്തിൻ്റെയും അടിസ്ഥാനം അന്ന് ജാതി ആയിരുന്നത് കൊണ്ട് ജാതി അടിസ്ഥാനത്തിൽ അതിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. സാങ്കേതികമായി പറയും, കരമൊടുക്കുന്നവർക്ക് ജന്മിമാരുടെ പ്രതിനിധികളായി. അങ്ങനെ ഈഴവർക്ക് തുടക്കം മുതൽ തന്നെ അതിനകത്ത് പ്രാതിനിധ്യമുണ്ട്. അത് ഇത്ര കരമൊടുക്കുന്നവരുടെ ജന്മിമാരുടെ പ്രതിനിധികളായി. ജന്മിമാർ എണ്ണം പറഞ്ഞ കുറെ ആളുകൾ ഈഴവ സമുദായത്തിൽ ഉണ്ടായിരുന്നു. പുലയ സമുദായത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അമ്പരിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. ഏതാണ്ട് 1887 കാലത്ത് ഇറങ്ങിയ ഒരു കണക്കിൽ പുലയ സമുദായത്തിലെ 3% ആളുകൾക്ക് സ്വന്തമായ ഭൂമിയും പദവിയും ഉണ്ടെന്ന് രേഖപ്പെടുത്തി കാണും. അപ്പൊ അവിടെയും എണ്ണം പറഞ്ഞവരാണെങ്കിലും 3% എന്ന് പറയുമ്പോൾ 103 പേർ. അയ്യങ്കാളി തന്നെ പ്രജാസഭയിൽ അവതരിപ്പിക്കുന്നത് 5 ലക്ഷം സ്വജനങ്ങളുണ്ട് തിരുവിതാംകൂറിൽ എന്നാണ്. അപ്പൊ ഇവിടെ SNDP യോഗത്തിന്റെ അപേക്ഷയനുസരിച്ച് ജന്മിമാരുടെ പ്രതിനിധികളായി ഈഴവരുണ്ടെങ്കിലും അതിനുപരിയായി SNDP യോഗത്തിന് ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യം പരിഗണിച്ച് നിയമസഭാംഗത്വം നൽകുകയുണ്ടായി. കുമാരനാശാൻ അങ്ങനെ മെമ്പറായി. M. ഗോവിന്ദൻ ജഡ്ജി, TK മാധവൻ ഇതുപോലുള്ള ആളുകളെല്ലാം പ്രജാസഭാ മെമ്പർമാരാകുന്നുണ്ട്. ഇവിടെ 5 ലക്ഷം ജനങ്ങളുള്ള ഒരു സമുദായത്തിൽ നിന്ന് അതിവർക്ക് ഒരു പ്രാതിനിധ്യം വേണ്ടേ?
അപ്പൊ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആ സമുദായത്തിൽ നിന്ന് ഇതിനർഹരായിട്ട് ഉള്ള ആരും തന്നെയില്ല. അന്നും ഗവൺമെന്റിനൊരു നയമുണ്ട്, വിദ്യാഭ്യാസം സിദ്ധിച്ച പുലയന്മാരില്ലാതില്ല, പക്ഷേ നിർഭാഗ്യവശാൽ അവരെല്ലാവരും മതം മാറിപ്പോയവരാണ്, മാർഗം കൂടിപ്പോയവരാണ്. അപ്പൊ പുലയരെന്ന് പറഞ്ഞാൽ അതിനെ ഹൈന്ദവമായിട്ട് മാത്രമേ ഗവൺമെന്റ് കാണുന്നുള്ളൂ. അപ്പൊ അവിടെ വിദ്യാസമ്പന്നരില്ലാത്തത് കൊണ്ട് ഇവരുടെ കാര്യം അവതരിപ്പിക്കുന്നതിലേക്ക് ഒരു നായർ സമുദായാംഗത്തെയാണ് പുലയരുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ അവരുടെ വക്താവായി ആദ്യം എടുത്തത് 1911. അദ്ദേഹം പുലയ സമുദായത്തിന് വേണ്ടി വാദിച്ചും മറ്റുമില്ല എന്നൊക്കെ പല പരാമർശങ്ങളും കാണുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. രേഖകൾ അങ്ങനല്ല പറയുന്നത്. അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു, ഒരു ഗോവിന്ദപിള്ളയാണ്, കരമന ഗോവിന്ദപിള്ള. അദ്ദേഹം ഒരു പത്രം നടത്തിയിരുന്നു. അപ്പോൾ ഒരു പത്രപ്രവർത്തകന്റേതായ ഒരു അന്വേഷണ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്തു. പുലയ സമുദായത്തിന്റെ അവസ്ഥ അദ്ദേഹം ശരിക്ക് പഠിച്ചു. അവരുടെ പരാധീനതകൾ, അവരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം പ്രജാസഭയിൽ അക്കമിട്ട് പറഞ്ഞു. അവിടെ പറയുന്നത് വീർപ്പടക്കിയാണ് എല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നതെന്നാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ കണ്ട കാര്യങ്ങളിലെല്ലാം മുഴുകുന്ന ആളുകളാണെങ്കിലും അവിടെ അവതരിപ്പിച്ച് കേട്ടപ്പോഴാണ് ഇത്ര ദുസ്ഥിതിയിലാണല്ലോ ഇങ്ങനെയൊരു സമൂഹം ഈ ധർമ്മരാജ്യത്ത് കഴിഞ്ഞുകൂടുന്നത് എന്ന് ഓർത്ത് പലരും ഖേദിച്ചു. അദ്ദേഹം 2 വട്ടം നിവേദനം നടത്തി. പ്രസംഗത്തിന് നിവേദനം എന്നാണ് പറയുക, നിവേദനം കൊടുക്കുക എന്നാണ് പറയുക. അതിനൊടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നമ്മുടെ സത്വര ശ്രദ്ധ പതിയേണ്ടത് പുലയരുടെ കാര്യം വാദിക്കുവാൻ അവരിൽ നിന്ന് തന്നെ ഒരാളെ ഇവിടേക്ക് തിരഞ്ഞെടുക്കണം. കാര്യമൊക്കെ ശരി, ഏതാണ്ട് ഒരു ബോംബ് പോലെയായിരുന്നിത്. എല്ലാവരും തരിച്ചിരുന്നു പോയി. നല്ല പ്രഗത്ഭമതികളാണ് പ്രജാസഭയിൽ ഇരിക്കുന്ന, നാനാ ജാതി മതങ്ങളിൽപ്പെട്ടവരുണ്ട്. കാലങ്ങളായി തലമുറകളായി പാലിച്ചു കൊണ്ടുവരുന്ന അധകൃതരെ അകറ്റി നിർത്തുക, അവരെ അടിയാളാരായിട്ട് കാണുക, അതിലൊരാളെ തങ്ങളോടൊപ്പം ഇരുത്തുകയോ. പക്ഷേ അന്നത്തെ ദിവാനെ എല്ലാവർക്കും ഒരു ഉൾഭയമുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന് അധകൃതരോട് അനുതാപമുള്ള ഒരാളായിരുന്നു. മുമ്പ് പലവട്ടം ഇത് തെളിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഇതിനോട് യോജിക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് ആരും മിണ്ടിയില്ല. അപ്പോ തന്നെ ദിവാൻ പ്രതികരിച്ചത് അത് പരിഗണിക്കുന്നതിന് വിരോധമില്ല എന്നാണ്. അതോടെ ഉറപ്പുമായി. ആരായിരിക്കും അവരിൽ നിന്ന് പ്രതിനിധിയായിട്ട് ഇവിടെ വരിക? അത് വലിയൊരു ആലോചനാ വിഷയമായി തീർന്നു. ഈ വിവരം അയ്യങ്കാളി അറിഞ്ഞു. അയ്യങ്കാളി തല പുകഞ്ഞാലോചിച്ചു. സഭയിലും മറ്റും പോകണമെങ്കിൽ, അവിടേക്ക് നിവേദനങ്ങളൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതിന് പറ്റിയവരായ വിദ്യാസമ്പന്നർ നമുക്കില്ല. അറിഞ്ഞിടത്തോളം പഠിച്ചവരെല്ലാം മാർഗം കൂടിപ്പോയവരായതുകൊണ്ട് അവരെ സ്വീകരിക്കുന്നതിന് വകുപ്പുമില്ല.
ഇതിനെന്താണ് ഒരു പരിഹാരം? ആളില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ കൈവന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുമോ? അയ്യങ്കാളി ഏതാനും ദിവസം തല പുകഞ്ഞ് ആലോചിച്ചിട്ട് അദ്ദേഹം ഇതിലൊരല്പം ഇളവ് കിട്ടുകയാണ് എങ്കിൽ അത്യാവശ്യം അക്ഷരം പഠിച്ച ഏതാനും പേരില്ലാതില്ല, അങ്ങനെയുള്ള ആരെയെങ്കിലും ഇതിലേക്ക് പരിഗണിക്കണം എന്നൊരു അപേക്ഷ കൊടുക്കുവാൻ, ദിവാനോട് തന്നെ നേരിട്ട് സംസാരിക്കുവാൻ ഭക്തിവിലാസത്തെത്തുന്നു. അവിടെ വന്നപ്പോഴാണ്ട് പാറാവുകാർ തടയുന്നു. ഒരു വിസിറ്റിംഗ് കാർഡുണ്ട്, അത് കാണിച്ചപ്പോൾ അയ്യങ്കാളി അവർ തമ്മി നോക്കിയിട്ട് പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ദിവാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് പൊക്കോളാം. ഒരു ദാക്ഷിണ്യം അവർ കാണിച്ചില്ല. അയ്യങ്കാളി പിന്തിരിഞ്ഞ് നടന്നു. ഉറച്ച ഒരു ഉന്നത്തോടെയാണ്. സമീപത്തുണ്ടായിരുന്ന ഒരു കമ്പി ഓഫീസുണ്ട്, അവിടെ കയറി ദിവാൻജിക്ക് കമ്പി അടിക്കുന്നു. താൻ വെളിയിലുണ്ട്, തനിക്കൊന്ന് കാണണം. അപ്പൊ തന്നെ ദിവാൻ കൽപ്പന കൊടുത്തു അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ. ആള് പോയി കൂട്ടിക്കൊണ്ടുവന്നു. ദിവാൻ അതിനോടകം മനസ്സിലാക്കിയിരുന്നു, പാറാവുകാർ തടഞ്ഞിട്ടാണ് അയ്യങ്കാളി ഇതുപോലെ കമ്പിയടിച്ചത്. അയ്യങ്കാളി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ആ വരവിലും അദ്ദേഹത്തിൻ്റെ ആ വിനയത്തിലുമൊക്കെ ആ പ്രഥമ സന്ദർശനത്തിൽ തന്നെ ദിവാന് ഒരു മതിപ്പുണ്ടായി. അദ്ദേഹത്തിന് ഇരിപ്പണം കൊടുത്തു. ആ പാറാവുകാരെ വിളിപ്പിച്ചു. അവരോട് കാര്യമന്വേഷിച്ചു. അവിടെ ഇത് ക്ഷമാപണത്തോടെ ദിവാൻജി അയ്യങ്കാളിയെ നോക്കി. ഇവർ ചെയ്ത തെറ്റിന് നിങ്ങൾ പറയുന്ന ശിക്ഷ കൊടുക്കാം എന്നായി ദിവാൻ. അയ്യങ്കാളി അമ്പരന്നു പോയി. ഇതുവരെ ശിക്ഷിക്കപ്പെടുവാൻ മാത്രം യോഗമുണ്ടായിരുന്ന ഒരു വർഗത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നു ശിക്ഷ വിധിക്കുവാൻ. അയ്യങ്കാളി വിനയത്തോടെ അവിടെ ഉണർത്തിച്ചത്, അറിവില്ലാതെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഇത്തവണത്തേക്ക് അവർക്ക് മാപ്പ് കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ദിവാനും അമ്പരന്നു. ഇങ്ങനെയൊരു മനുഷ്യനോ? അയ്യങ്കാളിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് അയ്യങ്കാളിയെ ശരിക്കളന്നു കഴിഞ്ഞിരുന്നു ദിവാൻ. ഇതാ അളന്നു തൂക്കിയുള്ള ആ ശബ്ദം. അവിടെ ഏതായാലും ഇത്രയും ചെയ്തതല്ലേ, പാദം തൊട്ട് ക്ഷമ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ ദിവാൻ കൽപ്പിക്കുന്നു. അയ്യങ്കാളി അവിടെയും വിനീതനായി പറയുന്നു, ഞാൻ എപ്പോഴേ ക്ഷമിച്ചല്ലോ, എല്ലാവർക്കും നീതി കിട്ടിയാൽ മതിയാവും. ഇതുകൂടി കേട്ടപ്പോൾ ആജ്ഞയായി. പാദം തൊട്ട് നമസ്കരിച്ച് ക്ഷമ പറഞ്ഞ് ആ പാറാവുകാർ പിൻവാങ്ങുന്നു. ദിവാൻജി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം ഇതിനോടകം ദിവാൻജി മനസ്സിലാക്കിയിരുന്നു. ഇവിടെ എന്തിനി കൂടുതൽ തേടണം? ഇയാളുടെ രൂപം മാത്രമല്ല, ഇയാളുടെ ഭാവവും ഇയാളുടെ ഇടപെടലും തന്നെ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടെ വെച്ച് തന്നെ തീരുമാനമെടുക്കുകയാണ്. പുലയ സമുദായത്തിന്റെ പ്രതിനിധിയായി അയ്യങ്കാളിയെ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു.
ഇങ്ങനെയായിരുന്നു അയ്യങ്കാളിയുടെ പ്രജാസഭാ പ്രവേശം എന്നറിയേണ്ടതാണ്. ഔപചാരികമായ ഒരു ഉത്തരവുണ്ട്. അത് തഹസീൽദാർ തന്നെ നേരിട്ട് അയ്യങ്കാളിയുടെ വീട്ടിലെത്തിക്കുകയും അയ്യങ്കാളിയെ കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു അത്രേ. ആ തഹസീൽദാർ ഒരു നായരായിരുന്നു, ഒരു പരമേശ്വരൻ പിള്ളയാണ്. അദ്ദേഹമാണെങ്കിൽ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ, നമ്മൾ പറഞ്ഞല്ലോ, ഒരു കലാപകാരിയായി, ഒരു വഴക്കാളിയായി, ഒരു നിഷേധിയായി, യജമാനൻ എന്നൊക്കെ സ്വജനങ്ങൾ വിളിക്കുമ്പോൾ ധിക്കാരി എന്നാണ് ബാഹ്യ സമൂഹം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ നിഷേധി എന്ന് വിളിച്ചുകൊണ്ട് ഇരുന്ന ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് പരമേശ്വരൻ പിള്ള. ആ പരമേശ്വരൻ പിള്ളയാണ് ദിവാൻജിക്ക് അയ്യങ്കാളിയെക്കുറിച്ച്, അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യഥാർത്ഥ വിവരങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ആട്ടി അകറ്റിയവരും മർദ്ദിച്ചവരും ഉണ്ടായിരുന്നു, ബഹുഭൂരിപക്ഷം അതായിരുന്നു. പക്ഷേ ഇതുപോലെ നന്മയുള്ള ആളുകളും, അവർ കേവല അനുഭാവം പ്രകടിപ്പിച്ച് കണ്ണീര് ഒഴിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ ഇവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിർണായകമായ സ്വാധീനം ഇതുപോലുള്ള എത്രയോ ആളുകൾ ചെലുത്തിയിരിക്കുന്നു. ഇതാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചൊരു പരാമർശമുണ്ട്. ഈ പലർക്ക് ഈ പ്രവേശനം കൊടുക്കുവാനുള്ള ഉത്തരവ് വെളിവായപ്പോൾ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന് ലേഖനം എഴുതി, വലിയ ദേശാഭിമാനിയായിട്ട് അറിയപ്പെടുന്നയാളാണ്. പക്ഷെ പലരെ സ്കൂളിൽ പ്രവേശിക്കുന്നു എന്ന് ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെതിരെ രോക്ഷം കൊണ്ട് ലേഖനം എഴുതി. അവസാനം അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഈ സവർണരോടൊപ്പം ഈ പുലയരെ സ്കൂളിൽ പ്രവേശിപ്പിച്ചാൽ കുതിരയോടൊപ്പം പോത്തിനെ കെട്ടുന്നതിന് തുല്യമായിരിക്കും അതെന്ന്. നോക്കണം, കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യം എഴുതിയ ഒരു പുരോഗമന ചിന്താഗതിക്കാരനാണ്. വ്യവസ്ഥിതിയോടെ എതിരിട്ടതിന് നാടുകടത്തപ്പെട്ട ധീരദേശാഭിമാനിയാണ്. പക്ഷേ അധകൃതന്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നടപടി ഇതായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറുന്നുണ്ട്. ഈ 1910 ഈ ഉത്തരവ് പുതുക്കിയെന്ന് പറഞ്ഞിട്ടും അത് നടപടിയായില്ല. ചെല്ലുന്നിടത്തെല്ലാം അത് കലാപമാണ്, കലഹമാണ്. 1912 ജനുവരിയിൽ അദ്ദേഹം പ്രജാസഭാ മെമ്പറായി പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ പാരമ്പര്യം തെറ്റിയപ്പോൾ തീ പിടിച്ചില്ല, ആകാശം ഇടിഞ്ഞു വീടിൽ ഒന്നും സംഭവിച്ചില്ല. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അമ്പരപ്പും ജാള്യതയൊക്കെ ഉണ്ടായിരുന്നു, ഒരു അവജ്ഞയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം എങ്ങനെയായിരുന്നു എന്ന് മന്നത്ത് പത്മനാഭന്റെ വാക്കുകളിൽ കൂടെ നമ്മൾ കണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഒരു വേള ഇദ്ദേഹം അഹിത്തജാതിക്കാരൻ തന്നെ ആയിരിക്കുമോ എന്ന് സന്ദേഹിച്ചവരും ഇല്ലാതില്ല. അത്ര നല്ല വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം അവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ അക്കമിട്ട് ഒരുപക്ഷെ ആ കരമന ഗോവിന്ദപിള്ള അവതരിപ്പിച്ചതിലും കൃത്യമായി വ്യക്തമായി വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച്, കിടപ്പാടം പോലുമില്ലാത്ത തങ്ങളുടെ ആളുകൾക്ക് സ്വന്തമായി ഭൂമി ലഭ്യമാക്കേണ്ടതിനെക്കുറിച്ച്, അതുപോലെ പാടത്ത് പണിയെടുക്കുന്നവരാണ്, വെയിലും മഞ്ഞും മഴയും ഒന്നും അവർക്ക് ബാധകമല്ല. ഏറ്റവും കൂടുതൽ അസുഖം വന്ന് മരിക്കുന്നത് ഈ വർഗക്കാരാണ്.
ഇങ്ങനെയുള്ളവർക്ക് ആശുപത്രികളിൽ, നമ്മൾ ഈ സ്കൂളിൻ്റെ കാര്യം ഒന്ന് വിട്, ആ ഭാഗം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? ആശുപത്രിയിൽ പ്രവേശനമില്ല. അത്യാസന്ന നിലയിൽ ഒരാൾ കൊണ്ടുപോവുകയാണെന്ന് കൂട്ടിക്കോളൂ. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? ഒരു നിശ്ചിത അകലത്തിനപ്പുറത്തോട്ട് കടന്നുകൂടാ. സവർണരായ ആളുകളുടെ തിരക്കുണ്ടായിരിക്കും അവിടെ. അവരെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ പിന്നെ ഇവരെ ഒന്ന് അകലെ നിന്ന് വിവരം ചോദിച്ച് മരുന്ന് ഒരിടത്ത് കൊണ്ട് വെച്ചിട്ട് പോകാൻ ഒരു കരുണ കാണിക്കും. പരിശോധന വല്ലതും നടത്തുമോ? പറയുന്ന ലക്ഷണം വെച്ച് ഏതാണ്ട് രോഗനിർണയം നടത്തി മരുന്ന് കൊടുത്തു വിടും. ഇത് വിപരീത ഫലമുണ്ടാക്കിയാൽ ആരോട് പരാതി പറയുവാൻ? അയ്യങ്കാളിയുടെ നിരന്തരമായ നിവേദനത്തിന്റെ ഫലമായി ഹരിജനങ്ങൾക്ക് വേണ്ടി പ്രഥമഘട്ടത്തിൽ 1-2 ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളുണ്ടായി. പക്ഷെ അവിടെയും പ്രശ്നമായി. ആ വാർഡുകളിലേക്ക് പ്രവേശിക്കുവാൻ സവർണരായ ഡോക്ടർമാർക്ക് മനസ്സ് വരുമോ? അവരങ്ങോട്ട് കടക്കുന്നില്ല. അവർക്ക് മടിയാണ്. ഇതിനെ തരണം ചെയ്തത് എങ്ങനെയാണെന്നറിയുമോ? ഹരിജൻ വാർഡുകളിൽ, അന്ന് ഹരിജൻ എന്നുള്ള പേരില്ല, പുലയ വാർഡുകളിൽ, ഹരിജൻ എന്നൊക്കെ പേരുണ്ടാകുന്നത് ഗാന്ധിജി യിലൂടെയാണ് പിന്നീട്, അവിടെ കയറി പരിശോധിക്കുന്നതിന് പ്രത്യേക ശമ്പളം തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു. സ്കൂളുകളിലും അങ്ങനെയായിരുന്നു സ്ഥിതി. പിന്നാലെ ഈ പുലയ വരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ മേലാത്ത സാഹചര്യം വരുന്നുണ്ട്. പുലയർ പ്രവേശിക്കുന്നുണ്ട്. പുലയർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്കൂളുകളിൽ, സാധാരണ സ്കൂളുകളിൽ 6 രൂപ ആണ് ശമ്പളമെങ്കിൽ ഇത് 9 രൂപയായിരുന്നു ശമ്പളം. അങ്ങനെ പ്രലോഭിപ്പിച്ചാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലെ മാഷന്മാരെ, അധ്യാപകരെ നിലനിർത്തിയതെന്ന് ഓർക്കുക. അപ്പൊ അവിടെ ഇതുപോലുള്ള പല പല കാര്യങ്ങളും അയ്യങ്കാളി കാലാകാലങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ട കാര്യം, ഞങ്ങൾ 5 ലക്ഷം ജനങ്ങളുണ്ട്. ഇന്ന് തുടക്കത്തിൽ 0-ൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. പലവിധങ്ങളായ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ 1 ലക്ഷത്തിന് ഒരു പ്രതിനിധി വെച്ച് ഞങ്ങൾക്ക് വേണം. അതും പരിശോധിക്കാവുന്നതാണ് എന്ന അനുഭാവപൂർവമുള്ള മറുപടിയാണ് ദിവാൻ കൊടുക്കുന്നത്. പിറ്റേ വർഷം അത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ 2 വർഷത്തേക്ക് ഒരാളിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 4 പ്രതിനിധികൾ വരെ ഒരേ സമയം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. 1912 പ്രജാസഭാ മെമ്പറായ അയ്യങ്കാളി 1938 വരെയെന്നും പറയുന്നു, 40 വരെയെന്നും പറയുന്നത് 38 ആകാനാണ് ശരി. അത്രയും വർഷക്കാലം പ്രജാസഭാ മെമ്പറായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇതാ പലയിടങ്ങളിലും കരുത്തുറ്റ നേതാക്കളുണ്ടായി. നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് പ്രാരംഭമായ ഒരു യോഗം, അതൊരു പുലയ മഹായോഗമായിരുന്നു എന്നാണ് ആ യോഗത്തിലെ പ്രധാന അതിഥിയായിരുന്ന, ഒരുപക്ഷെ അബദ്ധം വായിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നിമിത്തമായി തീർന്ന KP കേശവമേനോൻ പറയുന്നത്. ഏതാണ്ട് 3000-ഓളം പേർ കൂടിയ ഒരു യോഗം, അവിടെ വെച്ചാണ് ഈ സത്യഗ്രഹം എന്നൊരു ആശയം പെട്ടെന്ന് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ എവിടെയെല്ലാം ഇതുപോലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു.
അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ടി കേശവ ശാസ്ത്രി ഗുരുദേവ ശിഷ്യനായിരുന്നു. തിരുവല്ലയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം പറഞ്ഞതാണ്, സ്വാമി തൃപ്പാദങ്ങളുടെ ഒപ്പം നിന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആലുവ അദ്വൈതാശ്രമത്തിൽ പഠിപ്പിക്കാൻ നിർത്തുന്നത്. തിരുവല്ലയ്ക്ക് സമീപമുള്ള ഒരു പുല്ലാട് സ്കൂളുണ്ട്. അവിടെയും ഇതുപോലൊരു നീക്കം നടക്കുന്നുണ്ട്. അവിടെ എങ്ങനെ നടന്നോ, വെങ്ങാനൂർ ഭാഗത്ത്, നെയ്യാറ്റിൻകര ഭാഗത്ത് എങ്ങനെ നടന്നോ, അതുപോലെ പല ഇടങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. 3 പുലക്കുട്ടികൾ, അതിലൊന്ന് ഈ കേശവശാസ്ത്രി, അന്ന് കേശവശാസ്ത്രി എന്നല്ല പേര്, തേവൻ എന്നാണ്. അവിടെ ഈ പ്രവേശനത്തെ തടയുവാൻ സംഘടിച്ച് സവർണ മാടമ്പിമാർ നിലകൊണ്ടു. അവിടെയും ഒരു ഉരുട്ടമ്പലത്ത് പറ്റിയതുപോലെ തന്നെ അതിൻ്റെ ഒരു ആവർത്തനം തന്നെയായിരുന്നു. അതൊന്നും ഇനി വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചക്കാലം നിന്നു അതിനെ ചൊല്ലിയുണ്ടായ കലാപം. അപ്പൊ അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഒരു മിഷേൽ എന്നുള്ള ഒരാളായിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടർ, മിഷേൽ സാഹിബ്. വർഷങ്ങളായി അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ചുമതല. ദിവാൻജിയുടെ മനോഭാവം അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. താനിട്ട ഒരു ഉത്തരവ് ഇതാ 7 കൊല്ലം കഴിഞ്ഞിട്ടും നടപ്പാകുന്നില്ല. എന്തു വന്നാലും തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ, എല്ലാ സ്കൂളിലും സാർവത്രികമായിട്ട് അത് പ്രായോഗികമല്ലായിരുന്നു, അത്ര എതിർപ്പാണ്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ പ്രവേശനം നടത്തിയിരിക്കണം എന്നൊരു കർശന നിർദ്ദേശം ദിവാനിൽ നിന്നുണ്ടായപ്പോൾ ഈ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ അതിന് നേരിട്ട് ചുക്കാൻ പിടിക്കുകയാണ്. അദ്ദേഹം സ്കൂളിൽ വരുന്നു. അദ്ദേഹം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ സവർണർക്ക് അവരുടെ പ്രതിഷേധമൊന്നും മാറുന്നില്ല. ഒരു അവർക്ക് ചെറിയൊരു അങ്കലാപ്പായി. എന്തു വന്നാലും ഇവരെ പ്രവേശിപ്പിക്കുമെന്നായി. അതിൻ്റെ നടപടികൾ നീക്കിക്കൊണ്ടിരുന്നപ്പോൾ രോഷം പൂണ്ട ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ സായിപ്പ് വന്ന വാഹനം അതിന് തീയിട്ടു. നോക്കണം ഈ അക്രമം. അദ്ദേഹത്തോടുള്ള പ്രതിഷേധം ഇവരിങ്ങനെയാണ് കാണിച്ചത്. സായിപ്പിന് വാശിയായി. ഇവരെ ചേർത്തു. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ശേഷമുള്ള സവർണരെല്ലാം സ്കൂൾ ബഹിഷ്കരിച്ചു. പിറ്റേ ദിവസം ഇവരെ ചെല്ലും. ഇവർ വരുമ്പോഴേ സവർണ കുട്ടികളെല്ലാം ചാടിപ്പോവും. ഇവരുണ്ടെങ്കിൽ തങ്ങളില്ല. ഈ രീതിയിലായി. അപ്പോ സാഹിബ് പിന്മാറാൻ തയ്യാറല്ല. ഇവരെ ചേർത്തേ തീരൂ, ഇവരെ ഉൾക്കൊണ്ടേ തീരൂ എന്നുള്ള നില വന്നപ്പോൾ ആ വർഷത്തെ പഠിപ്പ് മുടങ്ങി. കാരണം ഇവര് 3 പേര് ചെല്ലുമ്പോൾ അവർ ബഹിഷ്കരിക്കുകയാണ്. എന്തു വന്നാലും പലരെ ഇവർ പ്രവേശിക്കുമെന്നായപ്പോൾ സവർണർ എടുത്ത ബുദ്ധി എന്താണെന്നറിയുമോ? ആ സ്കൂളിൽ ഇത്ര കുട്ടികൾ ആകാവുന്നു, എല്ലാത്തിനും ഒരു ചട്ടമൊക്കെ ഉണ്ട്. പൊലേറെ വന്നാൽ ഒഴിവില്ലാത്ത തരത്തിൽ സവർണ കുട്ടികളെ കൊണ്ട് സ്കൂൾ അങ്ങ് നിറയ്ക്കുക. അവിടെ ഒഴിവില്ല. എത്ര സംഘടിതമായ നീക്കമാണ്! നാടടക്കെ ഇങ്ങനെ ഒരു നയമെടുക്കുകയാണ്. ഇവരെവിടെ ചെന്ന് ചേരും? ചെല്ലുന്ന സ്കൂളിലല്ല. അപ്പൊ അവിടെ നിയമമാണ് പറയുന്നത്. നോക്കുമ്പം നിയമമാണ് പാലിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്മാറാൻ അയ്യങ്കാളി തയ്യാറായില്ല.
പ്രജാസഭയിൽ ആവശ്യപ്പെട്ടു. സ്വന്തമായി പള്ളിക്കൂടം നോക്കണം. 905 ഒന്നുണ്ടാക്കി കത്തിച്ചു കളഞ്ഞു. 910 അവിടെയും കത്തിച്ചു. ഇതാ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പുതിയൊരു സ്കൂൾ, അതും വെങ്ങാനൂരിൽ സ്ഥാപിക്കുകയാണ്. ഗവൺമെന്റിന്റെ അനുഭാവത്തോടെ ആകുമ്പോൾ അതിന് നേരെ അക്രമം ഉണ്ടാവില്ല എന്ന് കരുതിയെങ്കിൽ തെറ്റി. അവിടെ സ്കൂള് പണിതു. പക്ഷെ പഠിപ്പിക്കാൻ അധ്യാപകരെ ആരും തയ്യാറാകുന്നില്ല. സ്വജനങ്ങളിൽ നിന്നാണെങ്കിൽ ആരെയും ലഭിക്കുന്നുമില്ല. ഇതിനു മുമ്പ് ഒരു തോമസ് വാദ്യാരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം അയ്യങ്കാളിയുടെ ഏതാണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കുകയാണ്. ഒറ്റപ്പെട്ട അവർക്കും അസൗകര്യങ്ങളാണ്. അവസാനം വളരെ പരിശ്രമം ചെയ്ത് ഒരു നായർ അധ്യാപകനെ കണ്ടെത്തി. അതും ഒരു പരമേശ്വരൻ പിള്ളയോ മറ്റുമാണ്. അദ്ദേഹത്തിന് ഇച്ചിരി ദാരിദ്ര്യമോ അതുപോലുള്ള എന്തോ പരാധീനത ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പ്രലോഭനത്തിൽ വീണതാണ്. പറഞ്ഞല്ലോ 6 രൂപയെ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. 9 രൂപ ശമ്പളമുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ വെച്ച് ആ പ്രലോഭനത്തിൽ അദ്ദേഹം വീണു. അദ്ദേഹം വരുമ്പോഴോ ഈ സ്കൂളിലേക്ക് കയറ്റാൻ സവർണർ സമ്മതിക്കില്ല. നല്ല ചെറുത്ത് നിപ്പുണ്ട്. ഇവരും സംഘടിച്ചാണ് നിൽക്കുന്നത്. ആ സ്കൂളിലേക്ക് അധ്യാപകനെ കയറ്റി വല്ല വിധേനയും. ഏതാണ്ട് 16ഉം 17ഉം വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പല കുട്ടികൾ. പക്ഷേ അകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചുറ്റോട് ചുറ്റും നിന്ന് കൂക്കി വിളിയായി. ഒരു വക കേൾക്കത്തില്ല, ഒരു വക പഠിപ്പിക്കത്തില്ല, പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. കൂവി കൂവി തന്നെ ആ ദിവസം അങ്ങ് പോയി. അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിൽ പോണമല്ലോ. അപ്പോൾ അറിവ് കിട്ടി. ഈ കരിങ്കാലി, ശരിയാണ്, പലരെ പഠിപ്പിക്കാൻ പോയ നായരെ കരിങ്കാലി എന്നല്ലേ അവർ വിളിക്കൂ. അയാളെ കൈകാര്യം ചെയ്യാനായിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നു. പിന്നെ അതൊരു പണിയായി. നോക്കണേ, അയ്യങ്കാളിപ്പട അറിയാമല്ലോ, എന്തിനും പോരുന്നവരാണ്. ഏതാണ്ട് ഒരു 5-6 പേര് എന്നും രാവിലെ ഈ മാഷിന്റെ വീട്ടിൽ ചെല്ലും, ഇദ്ദേഹത്തെ കൊണ്ടുവരും, പിന്നെയോ തിരിച്ചു കൊണ്ടുവിടും. ഇതിനിടയ്ക്ക് രസകരമായ സംഭവം നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം, ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ സ്കൂളുള്ളിടത്ത് ഒരു കൂമ്പാരം മാത്രം കിടപ്പുണ്ട്. കത്തിച്ചില്ലായിരുന്നു, ഇടിച്ചു കളഞ്ഞു. വാശിയോടെ വീണ്ടും അത് കെട്ടി. ഏതാണ്ട് 4-5 തവണ ഇത് ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വീണ്ടും അവർ അത് പുനർനിർമ്മിക്കും. പിന്നെ കാവൽ നിന്നാണ് അതിനെ സംരക്ഷിച്ചത്. അത്രേ. ഒന്നോർത്തു നോക്കൂ അതിൻ്റെ പിന്നിലുണ്ടായ ത്യാഗം. ഈ പുല്ലാട് കേശവശാസ്ത്രി പഠിച്ച സ്കൂളിൽ, അവിടെയും ആ സ്കൂള് അവസാനം തീ വെച്ച് കളയുകയായിരുന്നു ഈ പുലഹരെ പ്രവേശിച്ചതിൻ്റെ പേര്. ആ കാലത്ത് തന്നെയാണ്. അപ്പൊ നോക്കണം, പ്രജാസഭാ മെമ്പറായിട്ടിരുന്നു കൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം ഇടപെടേണ്ടി വരുന്നു അദ്ദേഹത്തിന്. അതിനെ തുറന്ന ആണ് അധികം വൈകാതെയാണ് ഈ കുപ്രസിദ്ധമായ പെരുന്നാട്ട് ലഹളയുണ്ടാകുന്നത്. വേഗത്തിൽ അതുകൂടെ പറഞ്ഞു തീർക്കാം. ഏതാണ്ട് അയ്യങ്കാളിയുടെ പ്രവർത്തനത്തെ അനുകരിച്ചുകൊണ്ട് കുറെ പരിഷ്കരണ ശ്രമങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ് കൊല്ലം മേഖലയിൽ. അതിന് കരുത്തുറ്റ കുറെ യുവാക്കളുമുണ്ട്. അയ്യങ്കാളി അവിടെ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇവരിവിടെ സംഘടിക്കുന്നു. ഞായറാഴ്ചകളിൽ കൂട്ടം കൂടുന്നു, ചർച്ച ചെയ്യുന്നു, ഭജന പാടുന്നു. അതുപോലെ തന്നെ ഈ പല പല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു.
അവരും സ്കൂൾ പ്രവേശനത്തിന് ഈ കർഷക സമരമൊക്കെ നടത്തിയ കൂട്ടത്തിലാണ് അന്നത്തെ, ഇതിനെ അനുകരിച്ചുകൊണ്ട്. ഇവരൊരു വേള സ്കൂൾ പ്രവേശനം പ്രധാനമായി മുന്നിൽ കണ്ടുകൊണ്ട് കുറെ യോഗങ്ങൾ പലയിടങ്ങളിലായിട്ട് നടത്തി. കോർണർ യോഗങ്ങൾ എന്ന് പറയും. അതെല്ലാം നടത്തി ഏറ്റവും അവസാനം പെരുന്നാട് ഒരു മഹാസമ്മേളനം നടത്തുവാനുള്ള തയ്യാറെടുപ്പാണ്. കൂലി കൂടുതൽ ആവശ്യപ്പെടാനും അതുപോലെ ജോലി സമയം കുറയ്ക്കുവാനും വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുവാനും അയ്യങ്കാളി അവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ, അതിനോടൊക്കെ ഗവൺമെന്റ് അനുഭാവം പുലർത്തുന്നു എന്നുള്ള വാർത്ത നാടാകെ അതിൽ ശോഭിച്ചിരിക്കുകയാണ് സവർണർ. പലേനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉള്ളിടത്തോട്ട് എങ്ങനെ പോകും? അപ്പോഴാണ് ഇവരിങ്ങനെ സംഘടിച്ചു വരുന്നത്. അപ്പൊ ഇതിനെ കലക്കുവാൻ ഇവർ ശ്രമിക്കുമെന്നുള്ള സൂചന ഇവർക്കുള്ളത് കൊണ്ട് ഇവരും ആയുധധാരികളൊക്കെ ആയിട്ടാണ് ഇതിന് തയ്യാറെടുക്കുന്നത്. അവസാനം ഇവർക്ക് കൂടാൻ ഒരിടവില്ല. ഇവർ സ്വന്തമായി ഭൂമിയുള്ളവരല്ല. ഭൂമിയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അയ്യങ്കാളിയുടെ നിവേദനം അനുസരിച്ച് പലയിടത്തും ഈ പുതുവലും ഈ പ്രത്യേകിച്ച് റിസർവ് ഭൂമികളൊക്കെ അനുവദിച്ചിരുന്നു. സംഭവിക്കുന്നത് എന്താണ്? ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ പ്രാദേശികമായിട്ട് ചില ജന്മിമാരുണ്ട്, അല്ലെങ്കിൽ ചില മാടമ്പിമാരുണ്ട്, അവരിത് സ്വന്തമാക്കും. കൊടുത്തു എന്ന് രേഖ കാണും, പക്ഷെ ഫലത്തിൽ ഇതാ എന്നിട്ടോ കാണിക്കുന്ന ഒരു ക്രൂരത കൂടിയുണ്ട്. പുതുവലും കാടും ഒക്കെ ആണെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ അത് തെളിക്കും. ഇവർക്ക് നല്ലപോലെ ആശ കയറ്റും. തങ്ങളുടേതാണല്ലോ എന്ന് കരുതി ഇവരിത് തെളിച്ച് ഭൂമിയായി കഴിയുമ്പോൾ ഇവരെ അവിടെ നാട്ടിപ്പായിക്കും. നിയമസഭാ പ്രസംഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് അയ്യങ്കാളിയുടെ. നല്ല വേദന തോന്നും. ഇതുപോലെയാണ് അവരുടെ അവസ്ഥ. അവർക്കൊരു യോഗം കൂടുവാൻ ഭൂമിയുള്ളവരാരും തയ്യാറാകുന്നില്ല. അവസാനം ഒരു ഒഴിഞ്ഞൊരു പള്ളയുണ്ട്, പള്ള പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടം വെട്ടിത്തെളിച്ച് ഏതാണ്ട് 5 അടി പൊക്കത്തിൽ കവുങ്ങിൽ, ഒന്ന് ഓർത്തു നോക്കണം അന്നത്തെ കാലത്തെ ആ മനുഷ്യ പരിശ്രമം. ഒരു പ്ലാറ്റ്ഫോം കെട്ടി അതിനടിയിൽ വടിയും മറ്റു ആയുധങ്ങളും എല്ലാം ഇവർ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ യോഗം നടത്തരുത് എന്ന് തന്നെ അവർ കരുതി. അങ്ങനെ അവരും സംഘടിച്ചിരിക്കുകയാണ്. യോഗം തുടങ്ങിയപ്പോൾ തന്നെ സ്വാഗത പ്രസംഗകനെ കഠിനമായി വടിവെച്ചടിച്ച്, അയാൾ ബോധം കെട്ടവിടെ വീണു. അതിൻ്റെ ഒരു സമുന്നത നേതാവായിരുന്നത്. അതോടെ കൂട്ടയടിയായി. ആണും പെണ്ണും ഒന്നും ഒരു വേർതിരിവില്ലായിരുന്നു. അവിടെ 10 കൊല്ലം മുമ്പ് നായർ ഈഴവ ലഹള നടന്നിരുന്നു. ഈഴ കുട്ടികളെ ഹരിപ്പാട് ഒരു സ്കൂളിൽ പ്രവേശിച്ചതിനെ ചൊല്ലിയും ഒക്കെയാണ് അതിൻ്റെ തുടക്കം. പക്ഷേ അത് ഇതുപോലെ വിനാശകരമായി തീർന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഈ തുടർച്ചയായിട്ട് ഇടവേളകൾ ഇട്ടുകൊണ്ട് ഒറ്റപ്പെട്ട ചില അടികൾ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. തീവയ്പ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. ഒരു കടയിൽ നിന്ന് മണ്ണെണ്ണ എടുത്ത് ഇതിൻ്റെ ഈ വേദിയിൽ വെച്ച് തല്ലിയ ആ മാടമ്പിയുടെ ആ മുട്ടാളന്റെ ഓടുവരെ കൊണ്ട് ആ മണ്ണെണ്ണ ഒഴിച്ചാണത്രേ തീ കൊളുത്തിയത്. എത്ര പ്രതികാര ബുദ്ധിയോടെയാണ് അവിടെ ഉള്ളവർ പെരുമാറിയത്. ധാരാളം പുലക്കുടിലുകൾ തീ വയ്ക്കപ്പെട്ടു. കുറെ സവർണരുടെ വീടുകളും കൊള്ളയടിക്കപ്പെട്ടു. അവിടെ അതും ഇതും എല്ലാം കൊള്ള തന്നെയാണ്. അതും ഇതും എടുത്തുകൊണ്ട് പോവുക, ഇവരുടെ ആടുമാടുകളെ പുലയരുടെ എല്ലാം അഴിച്ചുകൊണ്ട് പോവുക, വീട് നശിപ്പിക്കുക. ഇത് കുറേ ദിവസങ്ങൾ നീങ്ങി. അപ്പോഴത്തേന് പി രാജഗോപാലാചാരി മാറിപ്പോയി. മന്നത്ത് കൃഷ്ണൻ നായർ കുമാരനാശാന്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അയ്യങ്കാളിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അന്ന് ഈ നായരീഴവ ലഹളക്കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ദിവാൻ കൊല്ലത്ത് വന്ന് ക്യാമ്പ് ചെയ്തു.
സംഗതി രൂക്ഷതരമായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 10-20 പേര് വെങ്ങാനൂരെത്തി. അന്ന് ഫോൺ വിളിച്ച് പറയാനൊന്നും പറ്റില്ല, വിവരങ്ങൾ അറിയുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞേ വിവരം അറിയുള്ളൂ. അവിടെ ചെന്ന് സ്ഥിതിഗതികളെല്ലാം യജമാനനോട് പറഞ്ഞു, അയ്യങ്കാളിയോട് പറഞ്ഞു. അയ്യങ്കാളി പിറ്റേ ദിവസമാണ് പോരുന്നത്. ഇവരോടൊപ്പം പോന്നില്ല, പുറകെ എത്തിക്കോളാം. അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ പണമില്ലായിരുന്നു. ഇതുപോലൊരു സ്ഥലത്തോട്ട് വെറും കൈയോടെ ചെയ്യാനൊക്കില്ല, ചെല്ലാനൊക്കില്ല. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വസ്തു ഏതാണ്ട് ഒറ്റ കൊടുക്കുകയാണോ വിൽക്കുകയാണോ നിശ്ചയമില്ല. അന്നത്തെ കാലത്ത് 500 രൂപ സംഘടിപ്പിച്ചുകൊണ്ട്, അന്നത്തെ 500 എന്ന് പറഞ്ഞാൽ എന്താണ്, 50 ഏക്കർ മേടിക്കുക. ആ പണവുമായിട്ട് അദ്ദേഹം കൊല്ലത്ത് വന്നു. താമസിക്കാൻ ഒരു വീട് കിട്ടിയില്ല, കാരണം എല്ലാം അഗ്നിക്കിരയായി. ആളുള്ളടവോ അല്ല അഗ്നിക്കിരയാകാത്തതോ അവിടെ ആളുമില്ല. പിന്നെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ അദ്ദേഹം അങ്ങ് കഴിഞ്ഞുകൂടി. അദ്ദേഹം നേരെ ദിവാനെ ചെന്ന് കണ്ടു. അപ്പോഴത്തേക്ക് പോലീസിന്റെ ഈ നരനായാട്ട് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഏതാണ്ട് കുറേ അധികം ആളുകളെ തേടി നടക്കുകയാണ്, കലാപകാരികളെ. സവർണരെ അങ്ങനെ വേട്ടയാടുന്നില്ല. അയ്യങ്കാളി ദിവാന്റെ മുന്നച്ചെന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സമാധാനം നാം സ്ഥാപിക്കും, പോലീസിനെ പിൻവലിക്കണം. നിങ്ങൾ ആരെയൊക്കെയാണോ തേടുന്നത്, അറസ്റ്റ് ചെയ്യാനായിട്ട് തേടുന്നത്, അവരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ, ഞാൻ അവരെ ഹാജരാക്കിക്കൊള്ളാം. നോക്കണം, ഇതാണ് നേതാവ്. മന്നത്ത് കൃഷ്ണൻ നായർ ആ മുഖത്തോട്ട് നോക്കി. അദ്ദേഹത്തിന് തെല്ലും സംശയമില്ലായിരുന്നു. പോലീസ് അധികാരികളെ കൊണ്ട് ഇവർ തേടുന്ന ഇവരുടെ കുറ്റവാളികളെ, പലയന്മാര്, ദൈവമേ, അവരുടെ ഒരു നീണ്ട ലിസ്റ്റ് അയ്യങ്കാളിക്ക് കൊടുത്തു. അതോടെ പോലീസിനെ പിൻവലിച്ചു. അപ്പോൾ ഇവിടെ പലരും ഒളിവിലാണ്, ഈ വക കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതിന് കുറെ സാവകാശം വേണ്ടി വരും. അയ്യങ്കാളി അവിടെ വെച്ച് തീരുമാനിക്കുന്നത് ഒരു സൗഹാർദ്ദ സമ്മേളനം, ഒരു സമാധാന സമ്മേളനം വെച്ചാലേ ഇതിനൊരു ശാശ്വത പരിഹാരമാകൂ. പിന്നെ അതിനുള്ള ശ്രമമായി. അതിനുള്ള അനുമതി ദിവാൻ നിഷേധിച്ചു. സമാധാന ഭംഗം വീണ്ടും ഉണ്ടാകും. ഒരു സമ്മേളനം നടത്താൻ ഒരുങ്ങിയതിൻ്റെ ഫലമാണിത്. അപ്പോഴാണ് അടുത്ത സമ്മേളനം. ദിവാൻ അനുമതി നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? യാദൃച്ഛ്യമായിട്ടൊരു അനുകൂല പരിതസ്ഥിതി വരുന്നിതാ. അവിടുത്തെ ഒരു പോലീസ് മേധാവി, അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് അയ്യങ്കാളിയെ അറിയാം. ഈ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാതിയൊന്നും പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹം ഒരു സാംബവ സമുദായക്കാരനായിരുന്നു. അയ്യങ്കാളിയെ പറ്റി നന്നായി അന്വേഷിച്ചിട്ടുള്ളയാളാണ്, പഠിച്ചിട്ടുള്ളയാളാണ്. ഇദ്ദേഹം ഇടപെടുന്നു. സമാധാന ഭംഗം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ദിവാന്റെ മുമ്പിൽ എഴുതി കൊടുക്കുന്നു അയ്യങ്കാളിക്ക് വേണ്ടി. അങ്ങനെ അനുമതി കൊടുക്കുന്നു. എവിടെ നടത്തും? അതിന് പറ്റിയ സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ആരും അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു സർക്കസ് നടപ്പുണ്ട്. തലശ്ശേരിക്കാരുടെ സർക്കസാണ്. അതിൻ്റെ ഉടമ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയും ഒരു അധകൃത ജാതിക്കാരിയായിരുന്നു. നോക്കണേ, ഇതറിഞ്ഞു അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, പകല് മുഴുവൻ, ഒരു ദിവസത്തേക്കല്ല, എത്ര ദിവസം വേണമെങ്കിലും പകല് മുഴുവൻ തങ്ങളുടെ കൂടാരം ഉപയോഗിച്ചുകൊള്ളൂ. അങ്ങനെ ആ കൂടാരത്തിൽ ഒരു സമാധാന സമ്മേളനം. നോക്കണം, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അധ്യക്ഷൻ, അതുപോലെ അവിടുത്തെ നായർ പ്രമാണിമാരെ എല്ലാം നോക്കണം. ഒരു അയ്യങ്കാളി വിളിച്ചപ്പോൾ, അയ്യങ്കാളി ഇത് സംഘടിപ്പിച്ചപ്പോൾ നാനാജാതി മതസ്ഥർ അവിടെ ഒത്തുകൂടുകയാണ്. ഏതാണ്ട് 4000 പേർ അതിൽ പങ്കെടുത്തു എന്നാണ് മിതവാദി ശ്രീകൃഷ്ണന്റെ റിപ്പോർട്ട്. വടക്ക് നിന്ന് ഈ തെക്കത്തെ ഈ വാർത്ത അറിയണമെങ്കിൽ വടക്ക് നിന്ന് മിതവാദി ശ്രീകൃഷ്ണന്റെ റിപ്പോർട്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒന്നോർത്ത് നോക്കൂ, അത്ര പ്രാധാന്യമുണ്ടായിരുന്നു അവിടെ വെച്ച്.
സമാധാനപരമായിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, സംശുദ്ധ ജീവിതം നയിക്കേണ്ട, നല്ല ആചാരത്തോടെ ജീവിക്കേണ്ട ആവശ്യകത, വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകത. ഇതിനോടകം അയ്യങ്കാളി പല പരിഷ്കാരങ്ങളും വെങ്ങാനൂർ ഭാഗത്ത് നടത്തിയിരുന്നു. ഒരിക്കൽ അദ്ദേഹം കണ്ട ഒരു കാഴ്ച, ഇങ്ങനെ ഇരിക്കുകയാണ് കൂനിക്കോടി, എന്തുവാ പെരിയമ്പറത്ത്, ഈ കാപ്പിക്കടയുടെയും ഹോട്ടലിൻ്റെയും ഒക്കെ പുറകെ. അവർക്ക് എല്ലാവരോടും ഒപ്പം ഇരിക്കാനൊക്കില്ല. പിന്നാമ്പുറത്ത് ചട്ടിയോ ചിരട്ടയോ വെച്ചിരിക്കുകയാണ്. ഈ ചിരട്ട കൊണ്ടുവന്നോളണം, ഈ ചിരട്ടയ്ക്കകത്ത് ആരെയും കൊണ്ട് ഊറ്റി കൊടുക്കും. അയ്യങ്കാളി ഇത് കണ്ട പാടെ ഇതെല്ലാം തൊഴിച്ചെറിഞ്ഞത്രേ വീട്ടിൽ കാപ്പി തിളപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തു. ഇനി മേലിൽ ഇതുപോലെ പുറത്തുനിന്ന് കഴിക്കരുത്. ഇതുപോലുള്ള കുറെ അധിക ഉപദേശങ്ങളാണ് ആ സമ്മേളനത്തിൽ വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം അധികാരികളും ഇവിടെ ഉണ്ടല്ലോ, വിജിലൻസൊക്കെ ഒന്നുമുണ്ട് രഹസ്യ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുവാൻ. ഒരു കലാപത്തിന്റെ, ഒരു വിദ്വേഷത്തിന്റെ ഒരു ലാഞ്ചന പോലും, അതും പ്രസിദ്ധനായ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് അധ്യക്ഷൻ, അവിടെ വെച്ചൊരു കാര്യവും കൂടി ചെയ്യുന്നു. വലിയ സ്ത്രീകളെ തിരിച്ചറിയുവാൻ മാറുമറയ്ക്കാതിരുന്നാൽ മാത്രം പോരാതെ മറ്റ് ജാതിക്കാരുമുണ്ട്. ഇവർക്ക് പ്രത്യേക ഒരു ആഭരണമുണ്ട്, കണ്ടാൽ ഒരുമാതിരി ഭയം തോന്നും. ഈ പ്രത്യേകതന ഒരു കല്ലും കുപ്പിച്ചില്ലും എല്ലാം കൂടെ വാരി കെട്ടി, ഇത് നടക്കുമ്പോൾ വല്ലാത്ത ഒരു ഒച്ചയാണ്, കണ്ട ഒരുമാതിരി അരോചകമാണത്. കല്ലയും മലയും എന്ന് പറയും. വെങ്ങാനൂർ ഭാഗത്ത് അയ്യങ്കാളി അതെല്ലാം നിരോധിച്ചിരുന്ന എല്ലാവരെ കൊണ്ടും അത് അഴിപ്പിച്ചു. അവിടെ വെച്ച് അയ്യങ്കാളി ആഹ്വാനം ചെയ്തു, സവർണരോട് ആദ്യമായി ഒരു അഭ്യർത്ഥന നടത്തി, ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങളുടെ അനുഭാവം വേണം. അധ്യക്ഷന് അനുമതി കൊടുത്തു. അവിടെ വെച്ച് 2 സ്ത്രീകളെ കൊണ്ട് കല്ലും മാലയും അഴിപ്പിച്ച സ്റ്റേജിന്റെ മുമ്പിലിട്ടു. അതേ തുടർന്ന് ആവേശഭരിതരായ അവിടുത്തെ പുലയ സ്ത്രീകളെല്ലാവരും അവരുടെ കല്ല് മാലയും അവിടെ പൊട്ടിച്ചു കൂട്ടിയപ്പോൾ ഏതാണ്ട് 5 അടി പൊക്കത്തിൽ ഇത് ഒരു കൂനയായത്ര. അങ്ങനെ ഒരു ആചാരത്തെ, ഒരു പാരമ്പര്യത്തെ അവിടെ ലംഘിക്കുന്നു. അവിടെ സമാധാനം കൈവന്നു എന്ന് നമ്മൾ കരുതരുത്. ഇത് ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമന ചിന്താഗതിക്കാരായ ഏതാനും പേര് മാത്രമേ കേട്ടുള്ളൂ, അറിഞ്ഞുള്ളൂ. പിറ്റേ ദിവസം നാട്ടിലേക്ക് കല്ലും മാലയും ഇല്ലാത്ത പുലയ സ്ത്രീകളെ കണ്ടപ്പോൾ സാധാരണക്കാരായ സവർണർ ശോഭിച്ചു. അവിടെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരുത്തിയുടെ മുന്നിലോട്ട് ഒരു കുർത്തനായ ഒരു സവർണൻ ചെന്നിട്ട് ചോദിക്കുന്നു, കല്ലും മാലയും എവിടെ? അത് ഇന്നലത്തെ യോഗത്തിൽ പൊട്ടിച്ചു വെച്ചു. എങ്കിൽ നിന്റെ ചെവി കൂടി ഞാൻ എടുത്തേക്കാം. കാരണം ഈ ചെവിയിലുണ്ടൊരു സാധനം, ഒരു വളയമാണ്, ഇരുമ്പ് വളയം. ഇതില്ലാത്ത ചെവിയുമായിട്ട് നീ നടക്കണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ സാധു സ്ത്രീയുടെ ചെവി ചെത്തിക്കളഞ്ഞത്രേ. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നാട്ടിൽ നടന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതാണ്ടൊരു കഥ തന്നെയാണ്. കുറേ അധികം വ്യാപ്തിയുണ്ട് ഈ വക കാര്യങ്ങൾക്ക്. കുറേ അധികം സംഭവ പരമ്പരകൾ ഇനിയും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. സന്ദർഭവശാൽ മുമ്പോട്ട് നമുക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് അതും കൂടി നമുക്ക് സ്പർശിക്കാവുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അയ്യങ്കാളി 1941 അന്തരിച്ചു. ഏതാണ്ട് 73ഓളം വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 40-ാം വയസ്സ് മുതൽ കഠിന പരിശ്രമശാലിയായ അദ്ദേഹത്തിന് കാസരോഗം വലിവ് പിടിപെട്ടു. ടി.കെ. മാധവനെ പോലെ അദ്ദേഹം ഇതും സഹിച്ചുകൊണ്ടാണ് ഈ കണ്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതുപോലായിരുന്നു അയ്യങ്കാളിയുടെയും ജീവിതം. ഏതാണ്ട് 1938 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം മാനസികമായി ഒന്ന് തളർന്നു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യ ഘട്ടത്തിൽ കണ്ടതുപോലെ ഇതൊരു പുലയ സംഘടനയായിട്ടല്ല
അയ്യങ്കാളി സംഘടിപ്പിച്ചത് അധകൃത ജാതികളുടെ ഒരു കൂട്ടമായിട്ടായിരുന്നു, അവരെ ഒന്നാക്കിക്കൊണ്ടായിരുന്നു സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. പക്ഷെ ഇവരുടെ പ്രവർത്തനം മുന്നേറിയപ്പോൾ ഇത് പലർക്കും ഒരു ഭീഷണിയായിട്ട് തോന്നി. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ബോധപൂർവം പലരും ആശയപരമായ ഈ ഇടപെടൽ വരെ നടത്തി. അവിടെ ചെറുമരായിക്കൊള്ളട്ടെ, സാമ്പരായിക്കൊള്ളട്ടെ, സിദ്ധന്മാരായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരെല്ലാം അവരുടെ തനതായ വ്യക്തിത്വം സൂക്ഷിക്കേണ്ടത് ചരിത്രപരമായ അനിവാര്യതയാണ് എന്ന് കരുതി അവരെല്ലാം ഇതിൽ നിന്ന് പിന്മാറി വെവ്വേറെയായി അവർ പിരിഞ്ഞുപോയി. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തനം ക്രമേണ അസ്തമിക്കുകയാണ്. ഇതാ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം നടത്തി അത് വിജയകരമായ പരിസമാപ്തിയിലേക്ക് നടന്നെടുക്കുന്ന വേളയിൽ ഇതുപോലെയുള്ള പൊഴിഞ്ഞുപോക്കുകൾ അത് കാലങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. ഇവിടെ കോട്ടയത്തുണ്ടായിരുന്നു പാമ്പാടി ജോൺ ജോസഫ്, മിടുക്കനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു. അദ്ദേഹം അവകാശപ്പെടുന്നത് ഞങ്ങൾ പുലയരല്ല, ചേരമരാണ്, ചേര രാജാക്കന്മാരുടെ പിന്മുറക്കാരാണ്, അതുകൊണ്ടാണ് ചേരമര എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള യുക്തി വെച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. ആ രീതിയിൽ ഇത് ചിന്നിച്ചിതറിപ്പോയി. എന്നാൽ ഒരു വശത്തോടെ അഭിവൃദ്ധി കാണാനും അയ്യങ്കാളിക്ക് യോഗമുണ്ടായി. അതേസമയം തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഇതുപോലെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുക എന്ന കാര്യത്തിനൊരു ഭംഗം വരുന്നു. അതിന് തൻ്റെ ഉറ്റ ബന്ധുക്കൾ പോലും, തൻ്റെ ജാമാതാവ് പോലും ഇതുപോലെയുള്ള വിഭാഗീയതയുടെ വഴിയെ പോകുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.